ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തങ്കച്ചി ശരത്തിനെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയാണ്. നീ എന്നെ വഞ്ചിച്ചു, നിന്നെ ഇനി ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, നിന്റെ കഷ്ടകാലം ഇന്നു മുതൽ തുടങ്ങാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ശരത്ത് പറയാണ്, തങ്കച്ചി വെറുതെ എന്തിനാണ് നമ്മൾ തമ്മിൽ ഒരു പിണക്കം? ഞാൻ തങ്കച്ചിക്ക് വിശ്വസ്തനായിരിക്കും. പിന്നെ ശരവണനെ ഞാൻ തങ്കച്ചിയുടെ അനുവാദമില്ലാതെ കൊണ്ടുപോയത് അവനൊരു മാനസിക രോഗിയാണ്. പിന്നെ അവനെ കൊണ്ട് എനിക്ക് തലവേദനയാണ്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോയത്. അതൊന്നും ഇനി എന്നോട് സംസാരിക്കേണ്ട എന്ന് തങ്കച്ചി അപ്പോൾ പറയുമ്പോൾ, അങ്ങനെ പറയല്ലേ, നമ്മൾ തമ്മിൽ എന്തിനാണ് വെറുതെ ഒരു വിരോധം വെക്കുന്നത്? തങ്കച്ചിക്ക് വിശ്വസ്തനായിട്ട് ഞാൻ എന്നും കൂട്ടുനിന്നോളാം എന്ന് പറയുമ്പോൾ, നിന്റെ ഈ സോപ്പിടലൊന്നും ഇനി ഈ തങ്കച്ചി വിശ്വസിക്കില്ല. ഇനി മുതൽ നിനക്ക് ഇനി കഷ്ടകാലത്തിൻ്റെ നാളുകളാണ്. ഇന്ന് ഞാൻ ഒരു ബോംബ് പൊട്ടിക്കുന്നുണ്ട്, അത് നിനക്ക് താങ്ങാൻ കഴിയുമോ എന്നുള്ളത് നീ ഒന്ന് കണ്ടു നോക്ക്. എന്തിനാ തങ്കച്ചി വെറുതെ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം? തങ്കച്ചി വെറുതെ അരുതാത്തതൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ, നീ ഇനി എന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിനക്കിത് താങ്ങാൻ കഴിയുമെങ്കിൽ നീ താങ്ങിയേക്ക് എന്ന് പറഞ്ഞ് ഫോൺ വെക്കാൻ കേട്ടോ. അപ്പോൾ ശരത്ത് ഇനി എന്ത് പ്രശ്നമാണാവോ ഈ തങ്കച്ചി ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കണം. പിന്നീട് തങ്കച്ചിയെ കാണാൻ വേണ്ടി ദേവികയും മനോഹരനും കൂടി ചെല്ലാണ്. എന്നിട്ട് തങ്കച്ചി അവരെ കണ്ടപ്പോൾ പറയാണ്, നിങ്ങൾ വരുമോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ടായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് വിശ്വാസമായത്. ഞാനിപ്പോൾ നിന്നോട് പറയാൻ പോകുന്ന കാര്യം അത് നിന്നെ മാത്രം സംബന്ധിക്കുന്ന കാര്യമാണ്, നീ അത് വിശ്വസിക്കോ എന്നുള്ളതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത് എന്ന് പറയുമ്പോൾ മനോഹരൻ പറയാണ്, വിശ്വസിക്കേണ്ടതാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കും, അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ അത് തള്ളിക്കളയും എന്ന് പറയും. ദേവികയെ സംബന്ധിക്കുന്ന വിഷയമാണ് എനിക്ക് പറയാനുള്ളത്. നിന്റെ അച്ഛൻ മരിച്ചത് ഒരു കൊലപാതകമാണെന്നുള്ളത് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ, അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നിന്റെ അച്ഛനെ കൊന്നത് ആരാണെന്നുള്ളതല്ലേ നിനക്കിനി അറിയേണ്ടത്? അത് മറ്റാരുമല്ല, ശരത്ത് തന്നെയാണ് നിന്റെ അച്ഛനെ കൊന്നത് എന്ന് പറഞ്ഞതോടുകൂടി മനോഹരനും ദേവിക അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ എന്താ തങ്കച്ചി ഈ പറയുന്നത് എന്ന് അതെ, ഞാൻ പറയുന്നത് സത്യമാണ്. അതുപോലെ പല കൊലപാതകങ്ങളും ശരത്ത് നടത്തിയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നിന്നോട് ഇനി എനിക്ക് പറയാനുള്ളത് സുധിയുടെ മരണത്തിന് കാരണക്കാർ ആ നിരഞ്ജനും അക്ഷരയുമാണ്. തങ്കച്ചി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തങ്കച്ചിക്ക് കൂടി ഗുണമുള്ള കാര്യത്തിനാണ് തങ്കച്ചി ഇറങ്ങി പുറപ്പെടൂ. അതുകൊണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ഇനി ദേവിക ചെയ്യേണ്ടത്, അതാണ് എനിക്കിനി ആവശ്യം. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ, നീ നിരഞ്ജനയും അക്ഷരയ്ക്കെതിരെയും കേസ് കൊടുക്കണം എന്ന് പറഞ്ഞതോടുകൂടി ദേവികയും മനോഹരൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. എനിക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ ഞാൻ ഒരാൾക്കും ഉപകാരം ചെയ്യാറില്ല, ഫ്രീ ആയിട്ട് എന്ത് ചെയ്താലും അതിനൊരു വിലയും ഉണ്ടാകില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത് നിനക്ക് തന്നെയാണ്. അക്ഷരയും നിരഞ്ജനെതിരെ കേസ് കൊടുത്താൽ പോലീസ് ആ കേസ് അന്വേഷിക്കട്ടെ, അവർ തെറ്റുകാരാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ. അപ്പോൾ നീ അതുപോലെ ചെയ്താൽ നിന്റെ അച്ഛനെ കൊന്ന ശരത്തിൻ്റെ തെളിവുകളൊക്കെ ഞാൻ നിനക്ക് കൈമാറും. അപ്പോൾ ശരത്തും ജയിലിൽ പോവും, നിന്റെ അച്ഛനെ കൊന്നവരും ജയിലിൽ പോവും, നിന്റെ ഭർത്താവിനെ കൊന്നവരും ജയിലിൽ പോവും. അത് രണ്ടും നിനക്ക് തന്നെയാണ് ഗുണം, അതുകൊണ്ട് നീ ഒന്ന് ആലോചിക്ക് എന്ന് പറയുമ്പോൾ ദേവിക അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ദേവികയോട് പറയണേ, എന്താണാവോ നിന്റെ മറുപടി എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് കുറച്ച് ആലോചിക്കാൻ സമയം വേണം. നീ ആലോചിച്ചോ, പക്ഷേ അനുകൂലമായിരിക്കണം മറുപടി, അത് നിനക്ക് തന്നെയാണ് ഗുണം ചെയ്യാതെ. നിന്റെ അച്ഛനെ കൊന്ന ശരത്ത്, അതിനുള്ള തെളിവുകൾ ഞാൻ നിനക്ക് കൈമാറില്ല, നീ അനുകൂലമായി എനിക്കൊരു മറുപടി തന്നാൽ ഞാൻ നിനക്ക് അത് കൈമാറും എന്ന് പറഞ്ഞുകൊണ്ടാണ് തങ്കച്ചി അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ദേവികയും മനോഹരനൊക്കെ ആകെ ഷോക്കായി നിൽക്കണം. ദേവിക ആലോചിക്കുകയാണ് അച്ഛനുമൊത്ത് ജീവിച്ച ആ നിമിഷങ്ങളെക്കുറിച്ച്. ദേവൂട്ടി എന്ന് പറഞ്ഞ് അച്ഛൻ ചേർത്ത് പിടിച്ചതും ആശ്വസിപ്പിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് പൊട്ടിക്കരയുകയാണ്. പിന്നീട് അച്ഛൻ്റെ മൃതദേഹം കണ്ട ആ ഒരു നിമിഷത്തെക്കുറിച്ചൊക്കെ ഓർത്ത് ദേവികയ്ക്ക് സഹിക്കാൻ കഴിയാതെ ദേവിക പൊട്ടിക്കരയുകയാണ്. ശരത്താണ് ഇതിൻ്റെ പിറകിലെന്ന് അറിഞ്ഞതോടുകൂടി ദേവികയ്ക്ക് ഇനിയടക്കാൻ കഴിയാതെയാണ് വീട്ടിലേക്ക് പോകുന്നത്. ഈ സമയം സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് ചന്ദ്രലേഖ റൂബിയുമായി സംസാരിച്ച ശേഷം എത്തുകയാണ്. റൂബിയോട് ചന്ദ്രലേഖ സംസാരിക്കുന്നുണ്ട്, ഞാനാണിപ്പോൾ അവരുടെ മുന്നിൽ തോറ്റുപോയത്, പക്ഷേ ഞാനങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും പോകുന്നില്ല, ഇനി അടുത്ത ഒരു പണി ഞാൻ കൊടുക്കും, അത് ഒന്നൊന്നര പണി തന്നെയായിരിക്കും, അതിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല. ഇത് നമ്മൾ ചെറുതായിട്ട് പ്ലാൻ ചെയ്യാതെ ഉണ്ടാക്കിയ ഒരു തീരുമാനമായതുകൊണ്ടാണ് ഇതിൽ നമ്മൾ തോറ്റുപോയത്. ഞാനിനി എങ്ങനെ ആ സിദ്ധുവിൻ്റെ മുഖത്ത് നോക്കും, ഞാനല്ലേ നാണം കെട്ടത് എന്നൊക്കെ പറയുമ്പോൾ റൂബി പറയണേ, ഇനി നീ എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിച്ച് ചെയ്യണം, അതല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെയാണ് ഇനി തിരിച്ചടി കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ തൽക്കാലം രക്ഷപ്പെട്ടു, സിദ്ധുവിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് നിനക്കും എനിക്കും എതിരെ കേസ് കൊടുക്കാതിരുന്നത്. നമ്മളൊരു കള്ള കേസാണ് ഉണ്ടാക്കിയിട്ട് പ്രേമയെ കുറച്ച് ദിവസം അകത്തിട്ടതിൻ്റെ പേരിൽ നമ്മൾ രണ്ടുപേരും ശരിക്കും ജയിലിൽ പോവേണ്ടതായിരുന്നു
എൻ്റെ തൊപ്പിയും അതോടുകൂടി തെറിക്കും. ഞാനിപ്പോൾ സസ്പെൻഷനിലാണ്, അത് ഇനി ഡിസ്മിസ് ആയേനെ. ഇതിപ്പോൾ സിദ്ധുവിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇനിയുള്ള കരുക്കൾ നീക്കുമ്പോൾ നല്ല സൂക്ഷിച്ചു വേണം നീ ചെയ്യാനേ എന്ന് പറയുമ്പോൾ, എനിക്കറിയാം റൂബി, ഞാൻ എന്തായാലും തോൽക്കാനൊന്നും പോകുന്നില്ല. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കും. അതൊരു ഒന്നൊന്നര പണി തന്നെയാണ് ഞാൻ ഇനി അവർക്ക് ചെയ്യാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ടാണ് ചന്ദ്രലേഖ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഈ സമയം സിദ്ധുവും രംഗനും പ്രേമയും അച്ഛനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരിക കേട്ടോ. അപ്പോൾ ചന്ദ്ര അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ പ്രേമ അങ്ങ് ദേഷ്യത്തിൽ, എന്താടി നീ ഇവിടെ ഇരിക്കുന്നത്? നീ ഇപ്പോൾ ഞങ്ങളുടെ വീടിനോട് ചെയ്തു കൂട്ടിയതൊന്നും മതിയായില്ലേ? ഈ നിമിഷം തന്നെ നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവണം എന്ന് പറയുമ്പോൾ, അത് ശരി, ഞാൻ എവിടേക്ക് ഇറങ്ങിപ്പോവാനാ? ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ്. നിങ്ങളാണ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവേണ്ടത്, അല്ലാതെ ഞാനല്ല. ഞാനിനി എവിടേക്ക് പോവാനാണ്? ഇത് എൻ്റെ ഭർത്താവാണ്. അപ്പോൾ എനിക്ക് ഇവിടെ തന്നെയാണ് താമസിക്കേണ്ടത് എന്ന് പറയുമ്പോൾ, നീ ഞങ്ങളോട് ചെയ്യാവുന്നതിൻ്റെ അപ്പുറം നീ ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു നിമിഷം പോലും നിന്നെ ഞാൻ ഇവിടെ ജീവിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ, പിന്നെ ഞാൻ എവിടെ പോയി ജീവിക്കണം? ഈ നിൽക്കുന്ന നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലോ? അതിന് അമൃതന് വല്ല വീടും കൂടിയും ഉണ്ടോ? അത് കേട്ടപ്പോൾ രംഗനും പ്രേമയ്ക്കും ഒരു സങ്കടം വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയാണ്, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പരിഹാസത്തോടു കൂടി പറയണേ, അതൊക്കെ ഞാൻ പോയി, തൽക്കാലം അത്ര അറിഞ്ഞാൽ മതി. പക്ഷേ അത് നിങ്ങൾക്ക് ഒരു പാഠമാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോയത്. ഞാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ അടുത്തത് ഇതിലും വലുതാണ് നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ, നീ ഇനി എന്ത് ചുക്ക് ചെയ്താലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. നീ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവും എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടി നീ എന്തും ചെയ്യും എന്നുള്ളതും ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി നീ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അത് നിനക്ക് തന്നെയാണ് തിരിച്ചടിയാവുക. നീയാണ് ഇനി അകത്ത് പോവേണ്ടി വരിക. അത് നമുക്ക് കാണാമെന്ന് പറയുമ്പോൾ സിദ്ധുവും വെല്ലുവിളിക്കാണ്, കാണാടി എന്ന് പറയട്ടോ. അപ്പം രംഗം പറയാണ്, അല്ല ചന്ദ്രൻ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഞങ്ങളോട് പെരുമാറുന്നത്? അതിനു മാത്രം ഒരു ദ്രോഹവും ഞങ്ങളാരും നിന്നോട് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയണേ, അതിനെക്കുറിച്ചൊക്കെ ഇനി വീണ്ടും വീണ്ടും സംസാരിക്കണമെന്നില്ല. പ്രേമ പറയണേ, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങിപ്പോയിക്കൊള്ളണം എന്ന് പറയുമ്പോൾ, ഞാനല്ല പോവേണ്ടത്, നീയാണ് പോവേണ്ടത്, നിനക്ക് കാണണോ എന്ന് കാണണപടി, ആരാടി ഇവിടെ നിന്നും ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളത് നീ ഒന്ന് കാണിക്കുക എന്ന് പറയട്ടെ. അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയണേ, വെറുതെ പ്രശ്നമുണ്ടാക്കണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്, എനിക്ക് കുറച്ച് മനസമാധാനം വേണം, അതുകൊണ്ട് പ്രേമ ഇനി അകത്ത് എന്ന് പറയുമ്പോൾ, അതിന് അച്ഛ ഇവൾ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയണേ, ഞാനല്ലല്ലോ പ്രശ്നമുണ്ടാക്കിയത്, ഇത് തന്നെയല്ലേ എന്ന് പറയട്ടെ. അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയണേ, ഇനി ഇവിടെ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ എൻ്റെ പ്രതികരണം വളരെ മോശമായിരിക്കും. അതുകൊണ്ട് നല്ലതുപോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ന്. പ്രേമ നീ അകത്ത് എന്ന് പറഞ്ഞ് പ്രേമയെ അകത്തേക്ക് വിടുകയാണ്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തിലിരിക്കുകയാണ്. ഇല്ല, ഞാൻ തോറ്റു കൊടുക്കില്ല എന്നുള്ള ഭാവത്തിൽ. പിന്നീട് സിദ്ധു അവിടെ ഇരിക്കുന്ന സമയത്ത് ചന്ദ്ര അവിടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയണേ, ഞാൻ കാണാതായതില്ലേ നിങ്ങൾക്കല്ലേ ഏറ്റവും ഗുണമുണ്ടായത് എന്ന് പറയുമ്പോൾ, ഗുണമോ? എനിക്കെന്ത് ഗുണമാണ് ഉണ്ടായത്? പ്രേമേച്ച് അകത്ത് പോയി, അത് കഴിഞ്ഞ് അച്ഛൻ ജയിലിലുമായി, അത് മാത്രമല്ലല്ലോ ആ ദേവിക നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് പരിഹരിക്കാൻ കഴിഞ്ഞല്ലോ. സിദ്ധു പറയണേ, നിനക്ക് മാനസിക രോഗമാണെന്ന്. എനിക്ക് മാനസിക രോഗമായതുകൊണ്ടല്ല, അല്ലാതെ പിന്നെ എന്തിനാണാവോ അവൾ അവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നത്? അത് ഞാൻ തനിച്ചാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ്, അവളുടെ മനസ്സിൻ്റെ വലുപ്പം കൊണ്ടാണ് അവിടേക്ക് വന്നത് എന്ന് പറയട്ടോ. എനിക്കറിയാം നിങ്ങളുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എൻ്റെ ഹൃദയത്തിൽ ഒരേ ഒരു മുഖം മാത്രമേ ഉള്ളൂ, അത് നിൻ്റെയല്ല ദേവികയുടേതാണ്. ആ ഹൃദയം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ദേവികയെ തന്നെയാണ്, ഞാൻ ദേവികയെ തന്നെയാണ് വിവാഹം കഴിക്കുക. അത് നീ എന്നെ ചതിയിലൂടെയാണ് എൻ്റെ ഭാര്യയായത്, പക്ഷേ എത്രയും പെട്ടെന്ന് ദേവികയെ ഞാൻ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും. അത് നീ കാത്തിരുന്ന് കണ്ടോ. പിന്നെ നിന്നെ ഇപ്പോൾ കാണാതായില്ലേ, അതുപോലെ ഒരു ദിവസം കൂടി നിന്നെ ഇനി കാണാതാവും. അത് എന്നേക്കുമായിട്ടുള്ള കാണാതാവലാവും. ആ ഒരു ദിവസത്തിന് വേണ്ടി നീ കാത്തിരുന്നോ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ സിദ്ധു പോകുമ്പോൾ ചന്ദ്രയ്ക്ക് പിന്നെ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. ചന്ദ്ര നല്ല ദേഷ്യത്തോടു കൂടി, ഇനി അടുത്ത പണി ഞാൻ ചെയ്യും, അത് നിനക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. പിന്നീട് ദേവികയും മനോഹരനും വീട്ടിലെത്തിയ ശേഷം നിരഞ്ജനും അക്ഷരയ്ക്കെതിരെ കേസ് കൊടുക്കാന്നുള്ള തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ നിത്യ ചോദിക്കുകയാണ്, തങ്കച്ചിയോടൊപ്പം നിൽക്കാം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, അത് തന്നെയാണ് ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നാൽ നമുക്ക് സിദ്ധുവേട്ടനെ കൂടി അറിയിക്കാം, കാരണം സിദ്ധുവേട്ടൻ കൂടി നമ്മളോടൊപ്പം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അപ്പോൾ മനോഹരൻ പറയണം, അത് ശരിയാണ്, ശരത്തിനെ പോലെ എന്ത് ചെയ്യാൻ മടിയില്ലാത്ത
ഇല്ലാത്തവനെ എതിർക്കാനാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് സിദ്ധു കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് പറയുമ്പോൾ ദേവിക ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ എന്താ ഏട്ടത്തി ഒന്നും മിണ്ടാത്തത് എന്ന് നിത്യ ചോദിക്കേട്ടോ. അല്ല, സിദ്ധുവിനെ ഇപ്പോൾ ഇതിലേക്ക് ഇടപെടുത്തിയാൽ പിന്നെ ചന്ദ്രലേഖയാവും അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അത് വേണോ, വേറെ വക്കീലിനെ വെച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട. കാരണം ശരത്തിനെ നേരിടാൻ ഏറ്റവും നല്ലത് സിദ്ധു തന്നെയാണ്. നമ്മളൊരു വക്കീലായിട്ടാണ് സിദ്ധുവിനെ കാണുന്നതെങ്കിലും കൂട്ട് ചന്ദ്രയെ തൽക്കാലം ഇപ്പോൾ നമുക്ക് മറക്കാം. ഇപ്പോൾ ശരത്തിനെയാണ് പൂട്ടേണ്ടത്. അതുകൊണ്ട് സിദ്ധു തന്നെ മതി എന്ന് മനോഹരൻ പറയട്ടോ. അങ്ങനെ സിദ്ധുവിനെ തന്നെ കേസ് ഏൽപ്പിക്കാം, സിദ്ധുവിനോട് ആ കാര്യങ്ങളൊക്കെ പറയാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ സുധിയുടെ സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ എടുക്കുകയാണ് ദേവിക. അങ്ങനെ അക്ഷരയ്ക്കും നിരഞ്ജനുമെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. ഇനിയാണ് പോലീസ് അന്വേഷണത്തിൽ അക്ഷരയും നിരഞ്ജനും നിരപരാധിയാണെന്നുള്ളത് അപ്പോഴാണ് തെളിയുക. അപ്പോഴാണ് ദേവികയ്ക്ക് ഇനി കുറ്റബോധം ഉണ്ടാവുക. അത് ചെയ്തതും ശരത്താണെന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കും. വിശാലും നിരഞ്ജനും ശ്രുതിമോളെയും കൊണ്ട് അക്ഷരയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴത്തേക്കും സ്വാമിയെ ജയശങ്കർ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവും. അങ്ങനെ അക്ഷരയുടെ മുന്നിൽ വെച്ച് ശ്രുതിമോളെ തട്ടിക്കൊണ്ടുപോവാൻ ഒരു നീക്കം നടന്നു. അതുകൊണ്ടാണ് ശ്രുതിമോളെയും കൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യമൊക്കെ ഇനി പറയൂട്ടോ. അത് കേൾക്കുമ്പോൾ സ്വാമിയിൽ തന്നെ വീണ്ടും അക്ഷര സംശയം പറയാണ്. അപ്പോൾ വീണ്ടും ജയശങ്കർ സ്വാമിയെ വെറുതെ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് സ്വാമിക്ക് വേണ്ടി ജയശങ്കർ വീണ്ടും സംസാരിക്കണം. ഇനി സുധിയുടെ കേസിൻ്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അക്ഷരയും നിരഞ്ജനെതിരെ കേസ് കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി സിദ്ധുവിനെ വിളിക്കുകയാണ്. അങ്ങനെ ദേവികയും സിദ്ധുവും കൂടി സംസാരിക്കാൻ കേട്ടോ. ഈ കേസിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഇത് കണ്ടും കൊണ്ടാണ് ചന്ദ്രലേഖ വരുന്നത്. അങ്ങനെ ചന്ദ്രലേഖ വഴിയിൽ വെച്ച് നല്ല പ്രശ്നം ഉണ്ടാക്കുകയാണ്. എൻ്റെ ഭർത്താവ് മൊത്തം സംസാരിക്കുക, നീ എന്തിനാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ദേവികയെ വല്ലാതെ മോശമായി അപമാനിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവികയും നല്ല മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ ചന്ദ്രലേഖ ദേവികയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ദേവിക ആ കൈ അങ്ങ് തടയുകയാണ്. അപ്പോൾ ദേവികയുടെ ആ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതികരണം കണ്ടപ്പോൾ സിദ്ധു തന്നെ അതിശയിച്ച് പോവാണ്. അപ്പോൾ ചന്ദ്രലേഖ അന്ത വിട്ടു പോവാണ്. അപ്പോൾ ദേവിക പറയാണ്, നീ ചതിയിലൂടെയാണ് സിദ്ധുവിനെ വിവാഹം കഴിച്ചത്. പക്ഷേ നീ സിദ്ധുവുമൊട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാനല്ല നീ ശ്രമിക്കുന്നത്. നീ സിദ്ധുവിനെ എത്രമാത്രം അധികം ഉപദ്രവിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നിനക്ക് തെറ്റി. സിദ്ധുവിനെ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ദേവികയും ചന്ദ്രയ്ക്കെതിരെ നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. ഞാനും സിദ്ധുവും തമ്മിൽ ഇനിയും കണ്ടുമുട്ടും, ഞങ്ങൾ തമ്മിൽ ഇനിയും പല ബന്ധങ്ങളും ഉണ്ടാവും, നിനക്ക് എന്ത് ചെയ്യാനാകുമെടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഒന്നും മിണ്ടാനാവാതെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് നാണം കെട്ട് അവിടെ നിന്നങ്ങ് പോവാണ്.